ഓക്കെ, സെക്കൻഡ് സെമസ്റ്റർ BBAയിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് അക്കൗണ്ടിങ് ഫോർ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. 7th ചാപ്റ്ററാണ്. നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ മെൻഷൻ ചെയ്യുന്നത് ഡിബെഞ്ചറുമായി ബന്ധപ്പെട്ട കുറച്ച് കോൺസെപ്റ്റാണ്. അതിൽ മീനിങ് ഓഫ് ഡിബെഞ്ചർ, ദെൻ മീനിങ് ഓഫ് ബോണ്ട്, മീനിങ് ഓഫ് ചാർജ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഡിബെഞ്ചർ, ദെൻ ഷെയർ ആൻഡ് ഡിബെഞ്ചർ, ദെൻ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കടപ്പത്രമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് എന്താണ് എന്ന് നോക്കാം. ഡിബെഞ്ചർ, അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് എ കമ്പനി ക്യാൻ ബോറോ മണി ഫോർ മീറ്റിംഗ് ഇറ്റ്സ് ഷോർട്ട് ടേം ആസ് വെൽ ആസ് ലോങ് ടേം റിക്വയർമെൻറ്റ്സ്. ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം അതുപോലെ തന്നെ ലോങ് ടേം റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കടമായിട്ട് എമൗണ്ടുകൾ വാങ്ങിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ലോങ് ടേം റിക്വയർമെൻറ്റ്സിന് വേണ്ടി, നമ്മൾ ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സിന് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കറണ്ട് അക്കൗണ്ടൊക്കെ ആണെങ്കിൽ ബാങ്കിൽ നിന്ന് നമുക്ക് ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ എന്താണ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സിന് യൂസ് ചെയ്യുന്ന ഒരു തരം ക്രെഡിറ്റ് ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലെങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓവർ ഡ്രാഫ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നമ്മുടെ അക്കൗണ്ടിലുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം? വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പക്ഷേ അതെന്താണ്? കുറച്ച് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ആ അക്കൗണ്ടിൽ സഫീഷ്യൻറ്റ് ക്യാഷ് ആക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്യാഷ് ക്രെഡിറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് ക്രെഡിറ്റിന് എന്ത് ചെയ്യാം? ക്യാഷ്, അതായത് ക്രെഡിറ്റിന് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ആ ടൈമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി? ആ അക്കൗണ്ടിലേക്ക് ക്യാഷ്, സഫീഷ്യൻറ്റ് ക്യാഷ് അതിലേക്ക് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഷോർട്ട് ടേം റിക്വയർമെൻറ്റ്സിനാണ്. ഫോർ മീറ്റിംഗ് ഇറ്റ്സ് ലോങ് ടേം റിക്വയർമെൻറ്റ്സ്, അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ലോങ് ടേം റിക്വയർമെൻറ്റ്സിന് വേണ്ടി കമ്പനി ജനറലി ബോറോസ് ഫ്രം ദ പബ്ലിക് ബൈ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ്. കമ്പനി എന്ത് ചെയ്യാറുണ്ട്? ഡിബെഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടപ്പത്രമാണ്. ഡിബെഞ്ചർ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്? എമൗണ്ട് സ്വീകരിക്കാറുണ്ട്. നമ്മൾ ഷെയർ എന്ന് പറയുമ്പം ഒരു ഷെയർ കൈവശം വെച്ചിരിക്കുന്ന ആൾ കമ്പനിയുടെ ഓണറാണ്, ഷെയർ ഹോൾഡറാണ്, അല്ലേ? അപ്പോൾ ഇവിടെ കടപ്പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കാം, ഇവരുടെ ഈ കയ്യിൽ കാണിക്കുന്ന ഇതെന്താണ്? ഒരു ഡിബെഞ്ചർ, കടപ്പത്രമാണ്. ഈ കടപ്പത്രം എന്താണ്? ആ കടപ്പത്രത്തിന് ഒരു വാല്യൂ ഉണ്ടാവും, അതിനൊരു പ്രിൻസിപ്പൽ എമൗണ്ടും ഉണ്ടാവും, ഒരു ഇൻട്രസ്റ്റും. ഇത് കമ്പനി ആർക്ക് കൊടുക്കുന്നു? അതിൻ്റെ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നു, പബ്ലിക്കിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഡിബെഞ്ചർ കമ്പനിയിൽ നിന്നും കടപ്പത്രം വാങ്ങിക്കുന്ന ആളുകളാണ്, ആ കടപ്പത്രം കൈവശം വെക്കുന്ന ആളുകളാണ് ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആ കടപ്പത്രത്തിൻ്റെ വാല്യൂ, അതിനെത്രയാണോ ആ കടപ്പത്രത്തിന്, ഡിബെഞ്ചറിന് എത്രയാണോ വാല്യൂ, ആ വാല്യൂ ആർക്ക് കൊടുക്കും? കമ്പനിക്ക് കൊടുക്കും. അതായത് ഇപ്പോൾ ഒരു ഷെയർ പിന്നെ കമ്പനി ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യുന്നു? ആ ഷെയർ അക്വയർ ചെയ്യുന്ന പബ്ലിക് ഷെയർ ഹോൾഡറായി മാറും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ആ ഷെയറിന് ആനുപാതികമായിട്ടുള്ള എമൗണ്ട് ആർക്ക് കൊടുക്കും? കമ്പനിക്ക് കൊടുക്കും. അത് ആ ഷെയർ ഹോൾഡർ എപ്പോഴും ആ കമ്പനിയുടെ ഓണറായിട്ടാണ് മാറുന്നത്. ഇവിടെ എന്താണ്? കടമായിട്ട് കമ്പനി ചോദിക്കുകയാണ് ജനറൽ പബ്ലിക്കിനോട് എമൗണ്ട്. അതിന് പകരമായിട്ട് അവർക്ക് കൊടുക്കുന്നത് എന്താ? അവർക്ക് തരാൻ ആഗ്രഹിക്കുന്ന ആ എമൗണ്ടിൻ്റെ വാല്യൂ ഉള്ള കടപ്പത്രമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ആധാരോ നമ്മുടെ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വാങ്ങും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു സെക്യൂരിറ്റി ആയിട്ട് ഡിബെഞ്ചർ ആർക്ക് കൊടുക്കുന്നത്? ഈ ഒരു ജനറൽ പബ്ലിക്കിന് കൊടുക്കുന്നത്. അങ്ങനെ ആ ഡിബെഞ്ചർ കൈവശം വെക്കുന്ന ആൾ ഡിബെഞ്ചർ ഹോൾഡറായി മാറും. അവരെന്ത് ചെയ്യാണ്? ആ ഡിബെഞ്ചറിൻ്റെ വാല്യൂ ആർക്ക് കൊടുക്കുന്നു? അതിൽ പറയുന്ന എമൗണ്ട് കമ്പനിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ ഡിബെഞ്ചറിനൊരു സെർട്ടൺ ഇയർ വാല്യൂ ഉണ്ടാവും. ദാറ്റ് മീൻസ് ഒരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടാവും. ആ മെച്യൂരിറ്റി പീരീഡ് വരെ ആർക്ക് കൈവശം വയ്ക്കാം? ഈ ഒരു, അതായത് കമ്പനി ഡിബെഞ്ചർ ഹോൾഡർ എടുത്തുനിന്ന് ഇത്ര ടൈം പറയുകയാണ്. ആ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബെഞ്ചർ കമ്പനിക്ക് തന്നെ ഡിബെഞ്ചർ ഹോൾഡർ തിരിച്ചു കൊടുത്തിട്ട് ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എത്രയാണോ ആ ഡിബെഞ്ചറിന് കമ്പനിയിൽ കൊടുത്തിട്ടുള്ള എമൗണ്ട്, ആ എമൗണ്ട് ലാസ്റ്റ് എന്ത് ചെയ്യും? കമ്പനി ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് റീപേ ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിബെഞ്ചർ എന്ന കോൺസെപ്റ്റിൽ പറയുന്നത് എന്ന്. ഡിബെഞ്ചർ ഇസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ്സ് കോമൺ സീൽ. കമ്പനിയുടെ കോമൺ സീൽ ബേസ് ചെയ്തിട്ട് കമ്പനി ജനറൽ പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റാണ്, ഇഷ്യൂ ചെയ്യുന്ന അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റാണ് എന്ത്? ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ബോറോഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ഈ ഒരു ഡിബെഞ്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? കമ്പനിയുടെ ബോറോഡ് ക്യാപിറ്റലാണ്.
ഈ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഓൺഡ് ക്യാപിറ്റലാണ്. ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ബോറോഡ് ക്യാപിറ്റലാണ്. ദെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫോർ ഡിബഞ്ചർ ഇസ് ഫിക്സ്ഡ്. നമ്മളുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ആ ലോണിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ? നമ്മൾ ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡിബഞ്ചറിന് എന്തുണ്ട്? ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ പർട്ടിക്കുലർ ഡിബഞ്ചറിന് അതിൻ്റെ ഫേസ് വാല്യൂവിന് ആനുപാതികമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 6% ഡിബഞ്ചർ അല്ലെങ്കിൽ 12% ഡിബഞ്ചർ. ഈ 6% ഡിബഞ്ചർ എന്ന് പറയുന്ന ഈ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് എന്ത്? 6% എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 12% ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് ആണ് അവിടെ ഡിബഞ്ചറിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഇങ്ങനെ എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡിബഞ്ചേഴ്സ് ആർ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഡിബഞ്ചേഴ്സ് റെപ്രസെൻറ്റ് ലോൺ ഓർ ബോറോഡ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഡിബഞ്ചർ എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു ലോണ് അല്ലെങ്കിൽ എന്താ ഒരു ബോറോഡ് ക്യാപിറ്റലായിട്ടാണ് എന്ത് പറയുന്നത്? ഡിബഞ്ചർ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബോണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഈ ശരിക്കും ഡിബഞ്ചറിനെ പോലെ തന്നെ ബോണ്ടും എന്ത് തന്നെയാണ്? ബോണ്ട് ഈസ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് എ കമ്പനി. ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് തന്നെയാണ് എന്ത്? ബോണ്ട് എന്ന് പറയുന്നത്. ബോണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിബഞ്ചറിനെ പോലെ തന്നെ എന്താണ്? ഇറ്റ്സ് ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ്സ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്. പക്ഷേ ഇതിൽ ഡിബഞ്ചറും ഡെപ്റ്റും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. അവിടെ നമ്മൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യും? കണക്കാക്കും. പക്ഷേ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യില്ല? ഒരു പ്രീ ഡിറ്റർമൈൻഡ് അല്ല. ഓക്കെ, അതാണ് ഇവിടെ ഡിബഞ്ചറും ബോണ്ടും തമ്മിലൊരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബോണ്ട് ഈസ് ഓൾസോ ആൻ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഇഷ്യൂഡ് അണ്ടർ ദ സീൽ ഓഫ് ദ കമ്പനി ബട്ട് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് നോട്ട് പ്രീ ഡിറ്റർമൈൻഡ്. ഇതാണ് ബോണ്ട് അതുപോലെ തന്നെ ഡിബഞ്ചർ എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബോണ്ട് വിത്ത് ഡിബഞ്ചേഴ്സ്, ദറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ബോണ്ട് ആൻഡ് ഡിബഞ്ചർ. ഫസ്റ്റിൽ പറയുന്ന ഡിഫറൻസ് നോക്കാം. ബോണ്ട് ക്യാൻ ബി ഇഷ്യൂഡ് വിത്തൗട്ട് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഒരു പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാതെ തന്നെ ബോണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അതിൻ്റെ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടാണ് വാങ്ങിക്കുക തന്നെ. ഇറ്റ് ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് എ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് ഡിബഞ്ചർ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റിൽ തന്നെ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ ബോണ്ടിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് മാക്സിമം ഡിസ്കൗണ്ട്. നമുക്ക് ബോണ്ട് മാക്സിമം ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. പക്ഷേ ഡിബഞ്ചർ അങ്ങനെ ഒരു പിന്നെ മാക്സിമം ഡിസ്കൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഒരു ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എന്താ ലെസ്സർ ഡിസ്കൗണ്ടിലാണ് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുക. കാരണം ഒരു ഹൈ ഡിസ്കൗണ്ടിലൊക്കെ മാക്സിമം ഡിസ്കൗണ്ടിലൊക്കെ കൊടുത്തിട്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിബഞ്ചർ ഒരു നഷ്ടമായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിഡംഷൻ പ്രൈസ് ആൻഡ് ഇഷ്യൂ പ്രൈസ് ഓഫ് ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇൻട്രസ്റ്റ്. ഇവിടെ ബോണ്ട് റിഡംഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ബോണ്ട് തിരിച്ചു കൊടുക്കുന്ന ഒരു വാല്യൂ ഇല്ലേ? ആ വാല്യൂ അതുപോലെ തന്നെ ഇഷ്യൂ പ്രൈസ് കൂടി തമ്മിലുള്ള ആ ഡിഫറൻസ് ആണ് ഇൻട്രസ്റ്റ് ആയിട്ട് ബോണ്ടിൽ ട്രീറ്റ് ചെയ്തത്. പക്ഷേ ഡിബഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇറ്റ്സ് ഫേസ് വാല്യൂ ആൻഡ് റേറ്റ്. അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫേസ് വാല്യൂൻ്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബോണ്ടും അതുപോലെ തന്നെ ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ വരുന്നൊരു കോൺസെപ്റ്റാണ് ചാർജ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. ഇതൊക്കെ പറയുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡെപ്റ്റായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ബോണ്ട്, ഡിബഞ്ചർ, ചാർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി ഇറ്റ്സ് എ മോഡ്ഗേജ് ആണ്. മോഡ്ഗേജ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സാധനം പണയം വെച്ചിട്ട് ക്യാഷ് വാങ്ങിക്കില്ലേ? അതുതന്നെയാണ് മോഡ്ഗേജ്. അതുതന്നെയാണ് ചാർജ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു അസറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കുക തന്നെയാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, എന്നുവെച്ചാൽ അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു അസറ്റിന് സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലോണ് വാങ്ങിക്കുക. അതാണ് എന്ത്? ചാർജ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം ബോറോവർ എന്ത് ചെയ്യണം? അയാൾ എമൗണ്ട് കൊടുക്കാനായിട്ട്, അതായത് നമ്മൾ എന്ത് ചെയ്യണം? ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? നമുക്ക് ഓരോ തവണകളായിട്ട് ആ ലോൺ അടച്ചു തീർക്കുകയാണല്ലേ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി തിരിച്ചു വാങ്ങിക്കുക ചെയ്യുക. സെക്യൂരിറ്റി മീൻസ് ഇപ്പം
എന്തെങ്കിലും സ്ഥലത്തിൻ്റെ ആധാരമോ അസറ്റോ ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെന്താ അതായത് ഗോൾഡൊക്കെ നമ്മൾ പണയം വെച്ചിട്ട് എമൗണ്ട് വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് അടച്ച് തീർക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി തിരിച്ചു വാങ്ങാം. അതേപോലെ തന്നെയാണ് ചാർജ് പറയുന്നത്. ഇൻ കേസ് ആ ഒരു പിന്നെ ബോറോവർ, അതായത് അസറ്റ് വെച്ചിട്ട് ലോൺ എടുത്തിട്ടുള്ള ഇൻഡിവിജ്വൽ ഏതെങ്കിലും ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് അയാൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പിന്നെ ഇൻഡിവിജ്വലിന് ലെൻഡർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ അസറ്റിൽ നിന്ന് അയാളുടെ പേയ്മെൻറ്റ് അതെന്താണ് അവർക്ക് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പോൾ നോക്കാം, ചാർജ് മീൻസ് സെക്യൂറിങ് ദ ലോൺ ബൈ എൻകംപറിങ് അസറ്റ്സ് എഗെയിൻസ്റ്റ് ലോൺസ്. അതായത് അസറ്റ് എന്ത് ചെയ്യുക, പിന്നെ സെക്യൂരിറ്റി ആയി വെച്ചുകൊണ്ട് ലോൺ എടുക്കുക. അത് തന്നെയാണ് എന്ത് പറയുന്നത്, ചാർജ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ലോണാണത്. ഇഫ് ദ ബോറോവർ ഫെയിൽസ് ടു പേ ദ ലോൺ, ദ ലെൻഡർ ക്യാൻ സെക്യൂർ ഹിസ് പേയ്മെൻറ്റ് ഫ്രം ദ അസറ്റ് അറ്റാച്ച്ഡ്. അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള അസറ്റ് എടുത്തിട്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലെൻഡർക്ക് ആ പേയ്മെൻറ്റ് സെക്യൂർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് ചാർജ് എന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിബഞ്ചറിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നാച്ചേഴ്സ്, സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ദ നാച്ചർ ഓഫ് ഡിബഞ്ചർ. ഫസ്റ്റ് പറയുന്നത് നമ്മൾ പറഞ്ഞു, ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അവിടെ കടമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിബഞ്ചർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബോറോഡ് ക്യാപിറ്റൽ. ഡിബഞ്ചർ എപ്പോഴും എന്താണ്, നമ്മൾ പുറത്തുനിന്ന് എന്താ കടമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ആ ഒരു ക്യാപിറ്റൽ. അത് കുറച്ച് കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കണം. ദാറ്റ് മീൻസ് അതെന്താണ്, ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ഒരു ബോറോഡ് ക്യാപിറ്റലാണ് എന്ത്, ഡിബഞ്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓൺഡ് ക്യാപിറ്റലാണ്. സോ ഡിബഞ്ചർ ഇസ് എ പാർട്ട് ഓഫ് ബോറോഡ് ക്യാപിറ്റൽ. ദെൻ ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. നിങ്ങൾ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന ചാപ്റ്ററിൽ ഷെയർ ക്യാപിറ്റലിൽ പഠിച്ചിട്ടുണ്ടാവും. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് റൈറ്റ് ഉണ്ട്, വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരിക്കലും എന്തുണ്ടാവില്ല, വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. എപ്പോഴും ഓണേഴ്സിനാണ് പർട്ടിക്കുലർ കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു അപ്രൂവലൊക്കെ ഉണ്ടെങ്കിൽ അതിന് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ആർക്കേ ഉണ്ടാവുള്ളൂ, ഷെയർ ഹോൾഡേഴ്സിനെ ഉണ്ടാവുള്ളൂ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരിക്കലും എന്തുണ്ടാവില്ല, ആ കമ്പനിയിൽ ഒരു പിന്നെ ഡിബഞ്ചർ ഹോൾഡർ ആണ് എന്നേ ഉള്ളൂ. ഒരു കടമായിട്ട് പിന്നെ എന്താണ് എമൗണ്ട് കൊടുത്തു, കുറച്ച് കാലം കഴിഞ്ഞാൽ ആ കടമായിട്ട് കൊടുത്തത് തിരിച്ച് ഡിബഞ്ചർ ഹോൾഡർക്ക് കൊടുക്കും. അവരെന്താണ്, ഒരു ബോറോഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം അവർക്ക് എന്തില്ല, കമ്പനിയുടെ കൺട്രോളിലുള്ള ഒരു അവകാശങ്ങളോ അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റോ ആർക്കില്ല, ഡിബഞ്ചർ ഹോൾഡേഴ്സിനില്ല. ഓക്കെ, ദെൻ പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ പറഞ്ഞതാണ്, ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഇൻട്രസ്റ്റ് എന്തിനുണ്ട്, ഡിബഞ്ചറിനുണ്ട്. ഇറ്റ് ക്യാരീസ് എ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം ഡിബഞ്ചറിന് എന്തുണ്ടായിരിക്കും, ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. അതിപ്പം കമ്പനി എന്തായാലും എത്ര ടൈം ഓരോ ഇയറിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൃത്യമായിട്ട് അവർക്ക് മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ ഡിബഞ്ചർ ഹോൾഡേഴ്സിനൊക്കെ ഉള്ള ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ, ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. കാരണം ഉള്ള പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ, അതായത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, കമ്പനി ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുക. അത് തന്നെ ശരിക്കും എന്താണ്, പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിബഞ്ചർ സെക്യൂർഡ് ആണ് എന്നുള്ളതിൻ്റെ ഒരു കോൺസെപ്റ്റാണത്. അതായത് പിന്നെ ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ്, അത് ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡിബഞ്ചറിൻ്റെത്. ദെൻ ഡിബഞ്ചർ ഇസ് ജനറലി സെക്യൂർഡ് ബൈ എ ചാർജ് ഓൺ ദ അസറ്റ് ഓഫ് ദ കമ്പനി. അവിടെ എന്തായിരിക്കും, കൃത്യമായിട്ട് നമ്മളുടെ കമ്പനിയുടെ അസറ്റിൻ്റെ മുകളിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന സെക്യൂർ ആയിട്ടുള്ള ഒരു ഡെപ്റ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്, ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഒരു ഡിബഞ്ചറിൻ്റെ നാച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, then നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് ഡിബഞ്ചർ. ഇപ്പോൾ നമ്മൾ ഡിബഞ്ചർ എന്ന കോൺസെപ്റ്റ് പറഞ്ഞു, 5th ചാപ്റ്ററിൽ ഷെയർ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഷെയർ എന്തായിരുന്നു എന്നൊന്ന് ജസ്റ്റ് നോക്കാം. ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിബഞ്ചർ ബോറോഡ് ക്യാപിറ്റലാണ് അല്ലേ. ഷെയർ എന്താണ്, ഇറ്റ്സ് ആൻ ഓൺഡ് ക്യാപിറ്റൽ. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള ക്യാപിറ്റലാണ് എന്ത്, ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ഓൺ ഷെയർസ്. ഷെയറിന്
ആനുപാതികമായിട്ട് കൊടുക്കുന്നത് എന്താ? ഡിവിഡൻഡാണ്. നമ്മൾ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റാണ് കൊടുക്കുക അല്ലെ? ഓരോ പീരീഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലമായിട്ട് ഡിബഞ്ചർ കോൺട്രിബ്യൂട്ട്, അതായത് അതിൽ ബോറോഡ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് കൊടുക്കുന്നത് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഷെയറിന് കൊടുക്കുന്നത് എന്താണ്? റിവാർഡ് എന്ന് പറയുന്നത് ഡിവിഡൻഡാണ്. നമ്മളിപ്പോൾ ഒരു ക്യാഷ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പ്രോഫിറ്റ്, അതിൽ നിന്നൊരു ഗെയിന് കിട്ടണം അല്ലേ? അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് അവർ കൊടുത്തിട്ടുള്ള ഷെയറിന് കിട്ടുന്ന റീപേയ്മെൻറ്റ്, അല്ലെ റീപേയ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, റിവാർഡ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡിവിഡൻഡാണ്. ഓക്കെ, അത് കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മേ വാരി ഫ്രം ഇയർ ടു ഇയർ. കമ്പനിയിൽ ഓരോ ഇയറിലും പിന്നെ ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്ന ഡിവിഡൻഡ് എന്താകും? ഫിക്സഡ് ആയിരിക്കുമൊന്നുമില്ല. അതെന്ത് ചെയ്യാം? വാരി ചെയ്യാം, വ്യത്യാസപ്പെടാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഓരോ ഇയറിനനുസരിച്ച് ഇപ്പം ഈ വർഷം നല്ല പ്രോഫിറ്റ് ഉണ്ട്, അപ്പോൾ ചിലപ്പോൾ നല്ല ഡിവിഡൻഡ് കൊടുക്കാം. അടുത്ത വർഷം ചിലപ്പം പിന്നെ പ്രോഫിറ്റ് ഇല്ല, ലോസാണ്, ചിലപ്പോൾ ഡിവിഡൻഡേ കൊടുക്കില്ല. ഓക്കെ, അപ്പോൾ അവിടെ എന്താണ്? നമ്മുടെ പ്രോഫിറ്റിനനുസരിച്ചാണ്, അവർ ഓണേഴ്സ് ആണല്ലോ. അപ്പോൾ നല്ല പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഡിവിഡൻഡ് കിട്ടും. ഇൻ കേസ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ അവർക്ക് ഡിവിഡൻഡ് കിട്ടില്ല. അപ്പോൾ അതാണ് ഷെയർ ഹോൾഡേഴ്സിനെ ഓണേഴ്സ് ഓഫ് ദ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും അവരുടെ റിട്ടേൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദ റേറ്റ് ഓഫ് ഡിവിഡൻഡ് മേ വാരി ഫ്രം ഇയർ ടു ഇയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഷെയർ ഹോൾഡർ ഗെറ്റ്സ് ഡിവിഡൻഡ് ഓൺലി ഇഫ് ദർ ഈസ് എ പ്രോഫിറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് എപ്പോഴേ കിട്ടുള്ളൂ? നേരത്തെ ഈ പോയിന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് കിട്ടുള്ളൂ? ഡിവിഡൻഡ് കിട്ടുള്ളൂ. ഇൻ കേസ് ലോസ് ആണെങ്കിൽ അവർക്ക് എന്ത് കിട്ടില്ല? ഡിവിഡൻഡ് കിട്ടില്ല. ഓക്കെ, ദെൻ എ ഷെയർ ഈസ് അൺസെക്യൂർഡ്. ഷെയർ എന്ന് പറയുന്നത് അൺസെക്യൂർഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഡിബഞ്ചർ ഹോൾഡേഴ്സൊക്കെ ഉണ്ട്. ഇൻ കേസ് അപ്പം നമ്മളുടെ കമ്പനി പിന്നെ അതല്ല, ഷെയറിന് ആനുപാതികമായിട്ടൊന്നും അവിടെ കൊടുക്കുന്നില്ല. ഡിബഞ്ചറിൻ്റെ എപ്പോഴും എന്താ, ഒരു കടപ്പത്രം അവിടെ ഉണ്ട്, അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? എമൗണ്ട് കൊടുക്കുന്നത്. ഇപ്പം കമ്പനി ഇപ്പം വൈൻഡിങ് അപ്പ് ഒക്കെ ആണെങ്കിൽ നഷ്ടത്തിലൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ കമ്പനിയുടെ നമ്മൾ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണല്ലോ അസറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആ അസറ്റ് വിറ്റിട്ടെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്നുള്ള ആ ഒരു ബാധ്യത തീർക്കാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ ബാക്കി എമൗണ്ട് ഇല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എമൗണ്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതൊരു അൺസെക്യൂർഡ് ആണ് ഷെയർ എന്ന് പറയുന്നത്. ദെൻ ഷെയർ ഹോൾഡർ ഇസ് എ പ്രൊപ്രൈറ്റർ. ഒരു കമ്പനിയുടെ പ്രൊപ്രൈറ്റർ, ഓണറാണ് ആര്? ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ദെൻ ഷെയർ ഹോൾഡർ എൻജോയ്സ് വോട്ടിംഗ് റൈറ്റ്. ഓണർ ആയതുകൊണ്ട് തന്നെ, പ്രൊപ്രൈറ്റർ ആയതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ട്? കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഷെയർ ഒരിക്കലും നമുക്ക് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇത്രയാണ് ഷെയറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. ഷെയർ നമ്മൾ പറഞ്ഞു ഓൺഡ് ക്യാപിറ്റലാണെന്ന്. അപ്പോൾ ഡിബഞ്ചർ എന്ത് ക്യാപിറ്റലാണ്? ഇറ്റ്സ് എ ബോറോഡ് ക്യാപിറ്റൽ. ലോണായിട്ടാണ് ശരിക്കും എടുക്കുന്നത്. കമ്പനി പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ലോൺ വാങ്ങിക്കുക ചെയ്യുന്നത്. കടപ്പത്രം അവർക്ക് കൊടുക്കും. നമ്മളിപ്പോൾ സ്വർണം ബാങ്കിൽ വെച്ചിട്ട് പണം എടുക്കുന്ന പോലെ കമ്പനി പബ്ലിക്കിന് അവരുടെ വാല്യൂ ഉള്ള ഡിബഞ്ചർ കടപ്പത്രം കൊടുത്തിട്ട് അവരുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങുകയാണ്. ഡിബഞ്ചർ ഈസ് എ പാർട്ട് ഓഫ് ലോൺ. കമ്പനി എടുക്കുന്ന ഒരു തരത്തിലുള്ള ലോണാണ് ഇത് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഓർ ഇറ്റ്സ് എ ബോറോഡ് ക്യാപിറ്റൽ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ഷെയറിന് ഡിവിഡൻഡ് ആണെങ്കിൽ ഡിബഞ്ചറിന് കിട്ടുന്നത് എന്തായിരിക്കും? ഇൻട്രസ്റ്റ് ഇസ് പെയ്ഡ് ഓൺ ഡിബഞ്ചേഴ്സ്. ഓക്കെ, ദെൻ റേറ്റ് ഓഫ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇയർ വൈസ് ഇയറിൽ എന്തായിരിക്കും? ചേഞ്ച് ചെയ്യാം. പക്ഷേ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് ഫിക്സഡ്. ഓക്കെ, അല്ല ഷെയർ ഹോൾഡറെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഉണ്ടെങ്കിലേ അവർക്ക് ഡിവിഡൻഡ് കിട്ടുള്ളൂ. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഇൻട്രസ്റ്റ് വെദർ ദ കമ്പനി മേക്സ് പ്രോഫിറ്റ് ഓർ നോട്ട്. ദസ് ഇറ്റ് ഈസ് എ ചാർജ് ഐറ്റം. അതായത് ഒരു ചാർജ് ഐറ്റമാണ്. ഡിബഞ്ചറിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് നഷ്ടമായാലും പ്രോഫിറ്റ് ആയാലും എന്ത് കൊടുത്തോളണം? ഇൻട്രസ്റ്റ് കൊടുത്തോളണം. നമ്മളിപ്പം ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമുക്ക് ഈ ഒരു മാസം വരുമാനം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേറെ ആരെടുത്തുനിന്നെങ്കിലോ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ലോണിൻ്റെ എമൗണ്ട് അടയ്ക്കും. അതേപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമുണ്ടോ പ്രോഫിറ്റ് ആണോ എന്നൊന്നുമില്ല. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എന്തായാലും എന്താണ്? കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, ഷെയർ അൺസെക്യൂർഡ് ആണ്, പക്ഷേ ഡിബഞ്ചർ എന്ന് പറയുന്നത് സെക്യൂർഡ് ആണ്. ദെൻ ഡിബഞ്ചർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന പ്രൊപ്പറേറ്റർ ആണ്. ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്ററാണ്. അതായത് കമ്പനിക്ക് ഉള്ള ബാധ്യതയാണത്. ബാധ്യത മീൻസ് അവർ കടക്കാരനായിട്ട് തന്നെ തരുന്നതാണ്. ഓക്കെ, ദെൻ
ഷെയർ ഹോൾഡർ എൻജോയ്സ് വോട്ടിംഗ് റൈറ്റ്. ഷെയർ ഹോൾഡർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എന്തില്ല? ഹാസ് നോ വോട്ടിംഗ് റൈറ്റ്. ദെൻ ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. നമ്മൾ ഷെയർ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ചെയ്യാറില്ല, പക്ഷേ ഡിബഞ്ചർ ക്യാൻ ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഡിബഞ്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത്രയാണ് ഷെയറും ഡിബഞ്ചറും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിബഞ്ചേഴ്സാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.